അരിതമെറ്റിക് സീക്വൻസിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വെരി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഇതിൽ അടുത്ത പ്രൈം നമ്പർ ഏതാണ്? പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? നിങ്ങളൊന്ന് പറഞ്ഞ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ മക്കളെ? 2, 3, 5, 7, so 11. അടുത്ത പ്രൈം നമ്പർ 11. അത് കഴിഞ്ഞിട്ടുള്ള പ്രൈം നമ്പർ ഏതാ? 13. അടുത്തത് ഏതാ? അങ്ങനെ പോവും. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ സിമ്പിൾ ആണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ആണ്. ആൻസർ ഒന്ന് പറഞ്ഞ 2, 3, 5, 7, 11, 13 അങ്ങനെ പോകും. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ? ഏതാണ്? 11. വെരി സിമ്പിൾ ആണ്. ആൻസർ വെരി സിമ്പിൾ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ വെരി സിമ്പിൾ ആണ്. കിട്ടിയില്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് നേരെ നോക്കി നോക്കും. ക്വസ്റ്റ്യൻ ആണ് വായിക്കേണ്ടത്. ദ സം ഓഫ് എന്ന് പറഞ്ഞ സമ്മ് കാണണം. ഏതിന്റെ ഒക്കെ സമ്മ കാണുന്നത്? ഫോർത്ത് ടേമിന്റെയും ഫിഫ്ത് ടേമിന്റെയും സിക്സ്ത് ടേമിന്റെയും സമ്മ് കാണുന്നുണ്ട്. എത്ര ടേമിന്റെ സമ്മാണ് ഇവിടെ കാണുന്നത്? 3 ടേംസിന്റെ സമ്മാണ് കാണുന്നത്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇത് 3 ടേംസിന്റെ സമ്മാണ് എത്ര പറഞ്ഞിട്ടുള്ളത്? 45 എന്ന് പറഞ്ഞിട്ടുള്ളത്. നേരെ ശ്രദ്ധിച്ചിരുന്നോ? ഇതില് 3 ടേംസിന്റെ സമ്മാണ് എത്രയെന്ന് പറഞ്ഞിട്ടുള്ളത്? 45. ആ 3 ടേംസിന്റെ സമ്മ് തന്നിട്ട് അതിന്റെ മിഡിലിൽ കിടക്കുന്ന ഫിഫ്ത് ടേം എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ ആണോ? ആക്ച്വലി ഇവിടെ കാണേണ്ടത് മിഡിൽ ടേം ആണ് അല്ലേ? കണ്ടോ, 3 ടേംസിന്റെ സമ്മ് 45 എന്ന് ചോദിച്ചു. 3 ടേംസിന്റെ സമ്മ് എന്ന് പറഞ്ഞ 45 ആണ്. അതിന്റെ മിഡിലിൽ കിടക്കുന്ന ഫിഫ്ത് ടേം എത്രയാണ്? എന്താണ് മിഡിൽ ടേം കാണാനുള്ള ഇക്വേഷൻ? ഓർമ്മ ഉണ്ടോ? മിഡിൽ ടേം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? മിഡിൽ ടേം കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? സം ഓഫ് ടേംസ് ബൈ നമ്പർ ഓഫ് ടേംസ്. എന്താണ് ഇക്വേഷൻ? സം ഓഫ് ടേംസ് ബൈ നമ്പർ ഓഫ് ടേംസ്. സം ഓഫ് ടേംസിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് മിഡിൽ ടേം കിട്ടുക. സോ എന്റെ പൊന്നു മക്കളെ നേരെ ശ്രദ്ധിച്ചോ. എന്താണ് ഇതിലെ മിഡിൽ ടേം? ഏതാണ് ഇതിലെ മിഡിൽ ടേം? പറയണ. ഫിഫ്ത് ആണ് കാണേണ്ടത്. സോ x5 ആണ് കാണേണ്ടത്. ക്ലിയർ ആണോ? എന്താ ഇക്വേഷൻ? സം ഓഫ് ടേംസ്. എത്ര സം ഓഫ് ടേംസ്? 45 അല്ലേ? എത്ര ടേംസ് ഉണ്ട് ഇതില്? എത്ര ടേംസ് ഉണ്ട്? 3. സോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. വാട്ട് ഈസ് ആൻസർ? 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്രയാണ്? ഒന്ന് പറഞ്ഞ 15. ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? ഇത് ആക്ച്വലി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നില്ലേ? ഇനി ഇതിലൊരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതില് 9 ടേംസിന്റെ സമ്മ് കാണാനാണ്. ആക്ച്വലി ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. സമ്മ് കാണാൻ പറഞ്ഞാലേ അരിതമെറ്റിക് സീക്വൻസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ സമ്മ് കാണാൻ പറഞ്ഞാൽ മിഡിൽ ടേം വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. സം ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു മിഡിൽ ടേം എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്. n ഈസ് ഈക്വൽ ടു s എന്ന് പറഞ്ഞാൽ എന്താണ് ഇതില്? സമ്മ്. n എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ടേംസ്. Sn ഈക്വൽ ടു n ഇൻറ്റു മിഡിൽ ടേം എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്. ക്ലിയർ ആണോ മക്കളെ? എത്ര ടേംസിന്റെ സമ്മ കാണണ്ട്? പറടാ. 9. n എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് കൊടുക്കണം? 9. സോ yes 9. നീ പറഞ്ഞ n എന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? പറയൂ മക്കളെ. 9. കാരണം n എന്ന് പറഞ്ഞ 9. ഇതിലെ മിഡിൽ ഏതാ? 9 ആള് നിൽക്കുന്നുണ്ട്. മിഡിൽ ആരാ? x5 ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. മിഡിൽ ടേം ഈ x5 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതെന്താണ്? x5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? മിഡിൽ ടേം ആണ്.
ഇത് ആക്ച്വലി മിഡിൽ ടേം ആണെന്ന് നമുക്കറിയാം. സോ മിഡിൽ ടേം ഇവിടെ 15 ആണ്. സോ പൊന്നു മക്കളെ, നിങ്ങൾ 9 into 15 മൾട്ടിപ്പിൾ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. വേഗം ചെയ്ത് നോക്കൂ. എത്രയാണ് ആൻസർ? 135. ഇത് സിമ്പിൾ അല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ബുക്കിലുണ്ട്. നിങ്ങളെ വർക്ക് ബുക്കില് ഇങ്ങനത്തെ മിഡിൽ ടേം കാണുന്ന ക്വസ്റ്റ്യനും സമ്മ് കാണുന്ന ക്വസ്റ്റ്യനും നിങ്ങളെ ബുക്കിലുണ്ട്. നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. റെഡി അല്ലേ? വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഈസി ആയിട്ട് മനസ്സിലായോ? ഇത് ഈസി ആയിട്ട് മനസ്സിലായോ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. In an arithmetic sequence 8, 11, 14 എന്ന് പറഞ്ഞ ഒരു അരിതമെറ്റിക് സീക്വൻസ് ഉണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇതാണ്. വാട്ട് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നമ്പറാണ് ആഡ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ടേം 11th ടേം ആവാൻ വേണ്ടിയിട്ട് ഏത് നമ്പർ ആഡ് ചെയ്യണം എന്നാണ്. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം ആവാൻ വേണ്ടിട്ട് ഏത് നമ്പർ ആഡ് ചെയ്യണ്ടത്? പറയടാ. 3. ഈ വാക്കിന്റെ ഇംഗ്ലീഷിന്റെ മീനിങ് അങ്ങോട്ട് മനസ്സിലായ ആൻസർ ആയി. ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം ആവാൻ വേണ്ടിട്ട് 1D ആണ് ചെയ്യേണ്ടത്. 1D എന്ന് പറഞ്ഞാൽ 1 കോമൺ ഡിഫറൻസ് ചെയ്യണം. ഫസ്റ്റ് ടേം തേർഡ് ടേം ആവാൻ വേണ്ടിട്ട് എത്ര കോമൺ ഡിഫറൻസ് ചെയ്യണം? 2. എത്ര ചെയ്യണം? 2. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാം. ഏത് അരിതമെറ്റിക് സീക്വൻസിലും ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം ആവാൻ വേണ്ടിയിട്ട് എത്ര കോമൺ ഡിഫറൻസ് ചെയ്യണം? ഒരു കോമൺ ഡിഫറൻസ് ആണ് ചെയ്യേണ്ടത് അല്ലേ? ഒരു കോമൺ ഡിഫറൻസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ടേം തേർഡ് ടേം ആവാൻ എത്ര കോമൺ ഡിഫറൻസ് ചെയ്യണം? 2. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം 11th ടേം ആവാൻ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? എത്ര ആഡ് ചെയ്യണം? നമ്മളൊന്ന് പറഞ്ഞ എത്ര ആഡ് ചെയ്യണം? പറയൂ. 10D ആണ് ചെയ്യേണ്ടത്. വെരി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടേമും 11th ടേമും വാട്ട് നമ്പർ ഷുഡ് ബി ആഡഡ് എന്ന് പറഞ്ഞാല് ഏത് നമ്പറാണ് ആഡ് ചെയ്യേണ്ടത് എന്നാണ് മീനിങ്. എന്താവാന്? ഫസ്റ്റ് ടേം 11th ടേം ആവാൻ ഏത് നമ്പർ ആഡ് ചെയ്യണം എന്ന് ചോദിച്ചാൽ 11th നിന്ന് ഫസ്റ്റ് മൈനസ് ചെയ്ത് അത്രയും D ഇട്ട് കൊടുത്താൽ മതി. 10 into D. നിങ്ങൾക്കറിയാം D എത്രയെന്ന്. വേ ആൻസർ ചെയ്തോ. 10 into D ആണ്. D എത്രയെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം മക്കളെ. വാട്ട് ഈസ് D? അത് മറ്റൊന്നുമല്ല. വാട്ട് ഈസ് D? ഈ ക്വസ്റ്റ്യനിൽ D എത്രയാണ്? 3. സോ നിങ്ങളൊന്ന് പറഞ്ഞ 10 into 3. So what is the answer? 30. Clear അല്ലേ? അല്ലേ? ഓക്കെ ആണോ? യെസ്. മക്കളെ, ഇതിലെ ബി ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും? 21 ടേംസിന്റെ സമ്മ് കാണണമെന്നാണ്. 21 ടേംസിന്റെ സമ്മ് കാണണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. സമ്മ് കാണാൻ ഒരു ലോഡ് ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Sn is equal to n/2 into 2f plus n minus 1 into d. ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ Sn is equal to n/2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേമും യൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ? സോ ഈ എന്നിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? പറടാ. 21. സോ വേഗം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. S21 is equal to 21/2. നിങ്ങളൊന്ന് പറഞ്ഞ F8 ആണ്. കണ്ടോ? ഇതാണ് ഇതിലെ ഫസ്റ്റ് ടേം. 8 ആണെങ്കിൽ 2f എന്താ? ഫസ്റ്റ് ടേം 8 ആണെങ്കിൽ 2f എന്താ? 16. ക്ലിയർ അല്ലേ? n-1 into d. n 20. n-1 പറഞ്ഞ എന്താ? 20 അല്ലേ? n 21. n-1 പറഞ്ഞ 20. d പറഞ്ഞ എത്ര? 3. സോ വേഗം ചെയ്ത് നോക്കൂ. 21/2 അതുപോലെ എഴുതുന്നു. 16. 20 into 3 എത്ര?
20 into 3 16. രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു, എത്ര കിട്ടുക? രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടുക? എത്ര? 76 അല്ലേ? അല്ലേ? 76. 76നെ 2 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. 76നെ 2 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് കട്ട് ചെയ്താ 76നെ 2 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. 76ഉം 2ഉം കട്ട് ചെയ്ത എത്ര ആൻസർ വരുന്നത്? എത്ര? 38 അല്ലേ? 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 സോ 21 into 38 മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. വേഗം ചെയ്ത് നോക്കൂ. 21 into 38 എത്ര ആൻസർ വരുന്നത്? എത്ര ആൻസർ വരുന്നത്? 798 എന്ന ആൻസർ കിട്ടും. ഇത് ആക്ച്വലി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണോ അല്ലേ മക്കളെ? നിങ്ങളെ നോട്ട്ബുക്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ലേ? അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്സാമിന് വരും. നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെരി സിമ്പിൾ ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ തേർഡ് അല്ല, ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ പ്രതീക്ഷ. നിങ്ങൾ നോക്കിക്കോളൂ, നേരെ നോക്കിയിരുന്നോളൂ. 7 ടേംസിന്റെ സമ്മ് 70 തന്നു. ഈ 7 ടേംസിന്റെ മിഡിലിൽ കിടക്കുന്ന ഫോർത്ത് ടേം ആണ് ചോദിച്ചത്. ഏത് ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്? മിഡിൽ ടേമിന്റെ ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. എങ്ങനെയാണ് മനസ്സിലാവുക എന്നറിയോ? ഇവിടെ നോക്ക്, 7 ടേംസിന്റെ സമ്മ് തന്നിട്ട് അതിന്റെ മിഡിലിൽ കിടക്കുന്ന ഫോർത്ത് ടേം ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ക്ലിയർ ആണോ? 7 ടേംസിന്റെ സമ്മ് തന്നു. ക്ലിയർ അല്ലേ? എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? ആ 7ന്റെ മിഡിലിൽ കിടക്കുന്ന ഫോർത്ത് ടേം ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ അടുത്തതൊന്നും നിങ്ങൾ പറഞ്ഞ, അടുത്ത ലൈൻ ഒന്ന് ഇതേപോലെ പറഞ്ഞ. 13 ടേംസിന്റെ സമ്മ് ചോദിച്ചു. എന്താണ് ബി ക്വസ്റ്റ്യൻ ചോദിച്ചത്? അതിന്റെ എന്ത് ചോദിച്ചു? മിഡിൽ ടേം ചോദിച്ചു. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. സോ നിങ്ങളൊന്ന് പറഞ്ഞ, ഏ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ സ്വന്തം പറഞ്ഞ. ഫോർത്ത് ടേം കാണാൻ എന്താ ചെയ്യണ്ടേ? ഫോർത്ത് ടേം കാണാൻ എന്താ ചെയ്യണ്ടേ? പറയടാ, എന്താ മക്കളെ ചെയ്യണ്ടേ? സം ഓഫ് ടേംസ്. കണ്ടോ, 7 ടേംസിന്റെ സമ്മിനെ അതിലെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? പറ മക്കളെ. നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വെരി ഈസി ആണ്, വെരി ഈസി ആണ്. മിഡിൽ ടേമിന്റെ ഇക്വേഷൻ ഇതാണ്. സം ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ 70. ക്ലിയർ ആണോ? സം ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ 70. ഓക്കെ ആണോ? നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7. ഓക്കെ ആണോ? ഇതേപോലെ നിങ്ങൾ സ്വന്തം ഒന്ന് ബി ക്വസ്റ്റ്യൻ ചെയ്യ്. നിങ്ങൾ സ്വന്തം ഒന്ന് ബി ക്വസ്റ്റ്യൻ ചെയ്ത, ഇതിലെ ബി ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തം ഒന്ന് ചെയ്ത, ഒന്ന് പറഞ്ഞ. ഇതിലെ ബി ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞ. 7th ടേം കാണാനുള്ള ഇക്വേഷൻ എങ്കിലും നിങ്ങൾ പറഞ്ഞ. ഇതിലെ 7th ടേം കാണാനുള്ള ഇക്വേഷൻ എങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞ. പറടാ, പറ മക്കളെ. ഏതാണ്? സം ഓഫ് ടേംസ് ബൈ നമ്പർ ഓഫ് ടേംസ്. സം ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3, 5, 1നെ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 13. ആൻസർ എത്ര കിട്ടണത് നോക്ക്. ആൻസർ എത്ര കിട്ടണത്? 27 എന്ന ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ സി ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് സി ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നേരെ നോക്കിക്കോളൂ. സി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിലെ 10 ടേംസിന്റെ സമ്മ് കാണണം. നേരത്തെ ഞാൻ ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്തത് എന്നറിയോ? ഇതിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എല്ലാം തന്നിട്ടുണ്ട്. ഇല്ലേ? പക്ഷേ ഇതിൽ തന്നിട്ടുണ്ടോ? ഇതിൽ തന്നിട്ടുണ്ടോ? ഫസ്റ്റ് ടേം നിങ്ങൾക്ക് അറിയോ? ഇല്ല. കോമൺ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയോ? ഇല്ല. പക്ഷെ എന്ത് കാണണം? സമ്മ് കാണണം. സോ നമുക്കറിയാം ഈ ഇക്വേഷനാണ് എഴുതേണ്ടത്. SN = n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഓർമ്മയുണ്ടോ ഇക്വേഷൻ? പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇല്ലടാ. ഏതാ ഇക്വേഷൻ?
SN is equal to n/2 into first term plus last term. നിങ്ങൾ പറ മക്കളെ, എന്നിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? എന്നിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? 10. So SN. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? n/2 എന്ത് കൊടുക്കണം? n/2 എന്ത് കൊടുക്കണം? 10/2. 5 എഴുതട്ടെ, ഡയറക്റ്റ് എഴുതട്ടെ, അല്ലെങ്കിൽ ഞാൻ 10/2 തന്നെ എഴുതുന്നുണ്ട്. 10/2 വേണ്ട ആളുകൾക്ക് 5 എന്ന് എഴുതാട്ടോ, കുഴപ്പമില്ല. 10 ടേംസിന്റെ സമ്മ കാണുന്നത് ഫസ്റ്റ് എങ്ങനെ? n എന്ന് പറഞ്ഞാൽ 10 ആണ്. എന്നിവിടെ ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ. 10 ടേംസിന്റെ സമ്മാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 ടേംസിന്റെ സമ്മ എന്ന് പറഞ്ഞാൽ n 10 ആണ്. ബുദ്ധിമുട്ടില്ലല്ലോ. 10 ടേംസിന്റെ സമ്മ എന്ന് പറഞ്ഞാൽ n 10 ആണ്. ഫസ്റ്റ് ടേം 10 ടേംസിന് ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഫസ്റ്റ് 10 ടേംസിന്റെ സമ്മ കാണാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് അല്ലേ? അതായത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, അങ്ങനെ 10 ടേംസിന്റെ സമ്മ കാണാൻ. ഇതിലെ ഫസ്റ്റ് ടേം ആരാ? x1. ക്ലിയർ ആണോ? ലാസ്റ്റ് ടേം ആരാ? ലാസ്റ്റ് ടേം ആരാ? ലാസ്റ്റ് ടേം ആരാ? പറയടാ. x10. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത് മനസ്സിലായോ? ഇനി മക്കളെ, ഇവിടെ ഒരു മാലയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. പണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതൊരു മാലയാണ്, ഓർമ്മയുണ്ടോ? ഇതൊരു മാല ക്വസ്റ്റ്യൻ ആണ്. നേരെ നോക്കിയിരുന്നോ? നിങ്ങളൊന്ന് പറഞ്ഞടാ. 10/2 എന്ന പ്ലേസിൽ എന്തെഴുതണം? 10/2 എന്ന പ്ലേസിൽ എന്തെഴുതണം? 5. എന്തെഴുതണം? 5. ഇവിടെ ഇതേ മാലുള്ള ആരെങ്കിലും മുകളിലുണ്ടോ നോക്ക്. ഉണ്ടോ? ഉണ്ടോ? 11 കിട്ടുന്ന ആരെങ്കിലും മുകളിലുണ്ടോ? 11 മാലയായിട്ട് കിട്ടുന്ന ആരെങ്കിലും മുകളിലുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ആരതാ? ഇവിടെ എത്ര? 7 അല്ലേ? 11 കിട്ടുന്ന ഒരാളില്ലേ? ഇല്ലേ? മനസ്സിലായില്ലല്ലോ മക്കളെ. ഇങ്ങോട്ട് നോക്ക്. ഇതിന്റെ നേരെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇത് രണ്ടും ആഡ് ചെയ്താലും 11 അല്ലേ? ഇത് രണ്ടും ആഡ് ചെയ്താലും 11 അല്ലേ? അല്ലേ? ഫോർത്ത് ടേമും സെവൻത്ത് ടേമും ആഡ് ചെയ്താൽ 11 ആണ്. ഈ മാലയും ഈ മാല ആഡ് ചെയ്ത് ഇതിന്റെ ആൻസർ 37 ആണെങ്കിൽ ഇതിന്റെ ആൻസർ എന്ത് തന്നെയാണ്? 37 തന്നെയാണ് എന്ന് മുമ്പ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എല്ലാ മാലകളും സെയിം ആയിരിക്കും എന്ന് ഞാൻ മുമ്പ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? x1 plus x10 ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിന്റെ മാല 11 ആണെങ്കിൽ ഇതും 37 ആണ്. ക്ലിയർ ആണോ? ഇത് ക്രിയേറ്റ് ചെയ്യാനുള്ള ബുദ്ധി അവിടുന്ന് വരണം. ഇത് ബുദ്ധി അങ്ങനെ പെട്ടെന്ന് വരില്ല. ഇപ്പൊ ബുദ്ധി ഉണ്ടാക്കണം, എന്നാലേ എക്സാമിന് കിട്ടുള്ളൂ. പറഞ്ഞതിന്റെ ആൻസർ അപ്പൊ ഇവിടെ എത്ര കൊടുക്കുക? എത്ര കൊടുക്കുക? പറയൂ. 37. സോ വേഗം ആൻസർ പറഞ്ഞു. 5 into 37 എത്ര ആൻസർ എന്ന് നോക്കൂ. എത്ര ആൻസർ? എത്ര ആൻസർ? എത്ര ആൻസർ? 185. വേഗം പഠിച്ചോളൂ.